ഹായ് കൊച്ചുമക്കളെ, പണ്ട് പണ്ട് നടന്ന ഒരു കഥയാണിത്. ഒരു മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കനായ ഒരു രാജാവുണ്ടായിരുന്നു. ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം മുറിമൂക്കായിരുന്നു. ഒരാൾക്കും മുഴുവനായിട്ടൊരു മൂക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒക്കെ പൊട്ടന്മാരുമായിരുന്നു. ഈ രാജാവാണെങ്കിൽ കിറുക്ക് പിടിച്ച ഒരു രാജാവും. ഒരു ദിവസം രാജാവിൻ്റെ മുടി വെട്ടാൻ ഒരു ശുരകൻ വന്നു. മുടി വെട്ടുന്ന ആളെയാണ് ശുരകൻ എന്ന് പറയുന്നത്. രാജാവിൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവ് പറഞ്ഞു, ശുരക, എനിക്ക് ഏറ്റവും സുന്ദരനായ ഒരു കുട്ടിയെ കാണണം. ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരനായ ഒരു കുട്ടിയെ കാണണം. നീ പോയി കണ്ടുപിടിക്കൂ. രാജാവ് ശുരകനെ സൗന്ദര്യമുള്ള കുട്ടിയെ കാണാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ നമ്മുടെ ശുരകൻ ആ നാട് മുഴുവൻ സുന്ദരനായ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു കുട്ടിക്കായി തിരഞ്ഞു നടന്നു. പല വീട്ടിൽ നിന്നും പല കുട്ടികളെയും കണ്ടെങ്കിലും ശുരകൻ അവരോടൊന്നും ഒരു ഇഷ്ടം തോന്നിയില്ല, ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ ശുരകൻ തൻ്റെ മുറ്റത്തിങ്ങനെ നോക്കിയപ്പോൾ തൻ്റെ കുട്ടി അവിടെ ഓടിക്കളിക്കുന്നത് കണ്ടു. കറുത്തിട്ടായിരുന്നു ഈ ശുരകൻ്റെ കുട്ടി. വയറൊക്കെ ഉന്തി കോന്ത്രം പല്ലൊക്കെയായി കുളിക്കാതെ ഒരു വൃത്തിയില്ലാതെയാണ് ശുരകൻ്റെ മകൻ നടക്കുന്നത്. പക്ഷേ ശുരകന് ഇഷ്ടം തോന്നിയത് തൻ്റെ മകനോടാണ്. ആ നാട്ടിലെ ഒരു കുട്ടിയോടും ഇല്ലാത്ത ഒരിഷ്ടം സ്വന്തം കുട്ടിയോടാണ് ശുരകന് തോന്നിയത്. പിറ്റേ ദിവസം തൻ്റെ കുട്ടിയെയും വിളിച്ച് ഈ ശുരകൻ കൊട്ടാരത്തിലെത്തി. അല്ലയോ രാജാവേ, ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു എനിക്ക് ഏറ്റവും സൗന്ദര്യം തോന്നിയ ഒരു കുട്ടിയെ. രാജാവ് ഇങ്ങനെ വന്ന് നോക്കി. കറുത്ത ഈ കുട്ടിയോ? ഇവനാണോ സൗന്ദര്യം കൂടുതൽ? ആരെവിടെ? ഈ ശുരകനെ പിടിച്ച് 4 അടി കൊടുക്കൂ, രാജാവ് പറഞ്ഞു. അപ്പൊ കുട്ടി വന്ന് കരഞ്ഞ് രാജാവിനോട് പറഞ്ഞു, രാജാവേ രാജാവേ, എൻ്റെ അച്ഛനെ തല്ലല്ലേ. എൻ്റെ അച്ഛന് ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യം സ്വന്തം മകനോട് തന്നെയാണ്. അങ്ങേക്കും അങ്ങനെയല്ലേ? കുട്ടിയുടെ ചോദ്യം കേട്ട് രാജാവ് ഞെട്ടിത്തെറിച്ചു. ശരിയാണല്ലോ ഈ കുട്ടി പറയുന്നത്. അവനവൻ്റെ കുട്ടികളോടാണല്ലോ അവനവന് ഇഷ്ടം കൂടുതൽ. തൻ്റെ മക്കളിൽ കാണാത്ത ഒരു സൗന്ദര്യവും മറ്റുള്ളവരിൽ കാണാൻ ഒരാൾക്കും കഴിയുകയില്ല. രാജാവ് ആ സത്യം തിരിച്ചറിഞ്ഞു. ശുരകന്റെ മകന്റെ ഈ പറച്ചിൽ കേട്ട് രാജാവ് ഈ ശുരകനെ ഒന്നും ചെയ്തില്ല, തല്ലിയൊന്നുമില്ല, അടിച്ചതൊന്നുമില്ല. എന്നിട്ടോ കുറേ പണക്കിഴികളൊക്കെ ശുരകന് കൊടുത്തു. ശുരകനും മകനും സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കൊച്ചുമക്കളെ, ഈ ഒരു കഥയിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ഗുണപാഠം എന്താണെന്നറിയാമോ? കാക്കയ്ക്കും തൻ്റെ കുഞ്ഞ് പൊൻകുഞ്ഞാണ്. ഈ ലോകത്തെ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കളാണ് ഏറ്റവും സുന്ദരൻ എന്ന് തിരിച്ചറിയുക. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.